ഷാർജയിൽ അതത് പ്രദേശങ്ങളിലെ കെട്ടിട വാടക സംബന്ധിച്ച വിവരം നൽകുന്ന വാടക സൂചിക ഉടൻ നിലവിൽ വരും. റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരികയും നിക്ഷേപകർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള വാടക സൂചികയായിരിക്കും പുറത്തിറങ്ങുന്നതെന്നാണ് ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ റിയൽ എസ്റ്റേറ്റ് മേഖല ബിസിനസ് സ്കൂൾ കമ്മിറ്റിയുടെ ചെയർമാൻ സയ്യിദ് ഖാനോം അൽ സുവൈദി അറിയിച്ചത്. ഷാർജ റിയൽ എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ സഹകരണത്തോടെ ഷാർജ ഡിജിറ്റലാണ് റെന്റൽ ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. ദുബൈയിൽ ഈ മാസം ആദ്യമാണ് കെട്ടിടങ്ങളുടെ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് പുറത്തിറക്കിയത്. ഇതിന്റെ തുടർച്ചയായാണ് ഷാർജയിലും റെന്റൽ ഇൻഡെക്സ് നിലവിൽ വരുന്നത്. യാത്രക്കാർക്ക് 10 കിലോയിൽ കൂടാത്ത ഹാൻഡ് ബാഗേജ് സൗജന്യമായി അനുവദിക്കുമെന്ന് ഷാർജയുടെ വിമാന കമ്പനിയായ എയർ അറേബ്യ. ഇത് 2 ബാഗുകൾ വരെ ആകാമെന്നും എയർ അറേബ്യ വൃത്തങ്ങൾ അറിയിച്ചു. ഇതിൽ ഒന്ന് 55 സെന്റിമീറ്റർ × 40 സെന്റിമീറ്റർ × 20 സെന്റിമീറ്റർ കൂടാത്ത ബാഗേജും രണ്ടാമത്തത് 25 സെന്റിമീറ്റർ × 33 സെന്റിമീറ്റർ × 20 സെന്റിമീറ്റർ അളവിലുള്ള ചെറിയ ബാഗുമായിരിക്കണം. കൊച്ചുകുട്ടികളുമായി യാത്ര ചെയ്യുന്നവർക്ക് 3 കിലോ അധികമായും അനുവദിക്കും. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, ഇത്തിഹാദ് തുടങ്ങിയ UAE എയർലൈനുകളിൽ ക്യാബിൻ ബാഗേജിന്റെ പരമാവധി തൂക്കം 7 കിലോയിൽ കൂടരുതെന്ന് നിർബന്ധമുണ്ട്. അതേസമയം ഇന്ത്യൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി പുതുതായി കൊണ്ടുവന്ന നിയമത്തിൽ ക്യാബിൻ ബാഗേജ് 7 കിലോഗ്രാമിൽ കൂടാത്ത ഒന്ന് മാത്രമായി പരിമിതപ്പെടുത്തിയ കാര്യം ഞങ്ങൾ മുമ്പേ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലിപ്പോഴും മാറ്റമൊന്നുമില്ല. UAEയിൽ ഇന്ന് പരക്കെ മഴ. രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിൽ ആകാശം മേഘാവൃതമാണ്. ദുബായ്, അബുദാബി, ഷാർജ എന്നീ എമിറേറ്റുകളുടെ ചില ഭാഗങ്ങളിൽ സാമാന്യം ശക്തമായ മഴ രേഖപ്പെടുത്തി. രാജ്യത്തുടനീളം മേഘാവൃതവും മൂടിക്കെട്ടിയതുമായ കാലാവസ്ഥ തുടരുകയാണ്. മഴക്കാല രോഗങ്ങളായ പനിയും ജലദോഷവും മറ്റും കരുതി ഇരിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇന്ത്യയും സൗദി അറേബ്യയും ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഒപ്പുവെച്ചു. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സൗദി ഹജ്ജ് ഉംറ കാര്യമന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ ഫൗസാൻ അൽ റബിയ, ഇന്ത്യൻ പാർലമെന്ററി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജു എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇതനുസരിച്ച് ഇന്ത്യക്കായി നേരത്തെ അനുവദിച്ച ഹജ്ജ് കോട്ടയിൽ മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും 1,70,7525 തീർത്ഥാടകർ എന്ന നിലയിൽ തുടരും. ഇസ്രാ മിറാജ് കുവൈറ്റിൽ 3 ദിവസത്തെ അവധി. ഈ മാസം 30 വ്യാഴാഴ്ച മുതൽ ഫെബ്രുവരി 1 ശനിയാഴ്ച വരെയുള്ള 3 ദിവസത്തേക്കാണ് കുവൈത്തി സിവിൽ സർവീസ് കമ്മീഷൻ പൊതു അവധി പ്രഖ്യാപിച്ചത്. ഇസ്രാ മിറാജ് ഔദ്യോഗികമായി ഈ മാസം 27 തിങ്കളാഴ്ചയാണ് വരുന്നതെങ്കിലും ജീവനക്കാർക്ക് വിപുലമായ വാരാന്ത്യം സാധ്യമാക്കുന്നതിനാണ് ആചരണം വ്യാഴാഴ്ചയിലേക്ക് മാറ്റാൻ കുവൈറ്റ് ക്യാബിനറ്റ് തീരുമാനിച്ചത്. ഈ കാലയളവിൽ എല്ലാ സർക്കാർ വകുപ്പുകളും പൊതുസ്ഥാപനങ്ങളും അടച്ചിരിക്കുമെങ്കിലും അവശ്യ സേവനങ്ങൾ പോലുള്ളവ പ്രവർത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഷാർജയിൽ ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. ദുബൈയിൽ ദീർഘകാലമായി ജോലി ചെയ്തിരുന്ന നാങ്കണ്ടിപ്പള്ളി പുതിയ റോഡ് പുളിയനമ്പ്രം പരേതരായ വലവീട്ടിൽ കുഞ്ഞബ്ദുള്ള, കുഞ്ഞലീമ ദമ്പതികളുടെ മകൻ വലവീട്ടിൽ സലാമാണ് മരിച്ചത്. ദുബായിലുള്ള വലവീട്ടിൽ മൊയ്തു, ഹാരിസ്, നാട്ടിലുള്ള നാസർ, ഷെരീഫ, ആയിഷ എന്നിവർ സഹോദരങ്ങളാണ്. ഭാര്യ ഷെർമിന, മക്കൾ സ്നേഹ, പിസ. മൃതദേഹം ദുബായ് സോനാപൂർ ഖബറിസ്ഥാനിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കബറടക്കി. ഷാർജയിൽ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു. ആലുവ ശ്രീമൂലനഗരം ഷിയാബുദ്ദീൻ സ്വലാഹിയാണ് മരിച്ചത്. ദീർഘകാലമായി UAEയിലുള്ള ഇദ്ദേഹം ഷാർജയിൽ കിങ് ഫൈസൽ റോഡിൽ HSBCക്ക് സമീപമുള്ള റൂബി ടൈപ്പിംഗ് സെന്ററിലെ ജീവനക്കാരനായിരുന്നു. മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. മൂവാറ്റുപുഴക്കാരുടെ UAEയിലെ പ്രവാസി കൂട്ടായ്മയായ ആശ്രയത്തിന്റെ വാർഷിക പരിപാടി ഹൃദയസംഗമം 2025 ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റഷീദ് കോട്ടയിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പീസ് വാലി പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്കുള്ള ആശ്രയത്തിന്റെ സംഭാവനയായ ആംബുലൻസിന്റെ താക്കോൽദാനം, കോതമംഗലം താലൂക്ക് ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന ഹങ്ങർ ഫ്രീ പ്രോജക്റ്റിലേക്ക് ആശ്രയം ലേഡീസ് വിംഗ് ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നതിന്റെ വിഹിത വിതരണം എന്നിവ സേഫ് കെയർ ഉടമയും ചാനൽ 5+ ചെയർമാനുമായ ഉമർ ബിൻ അലി, ഫ്ലോറ ഗ്രൂപ്പ് ചെയർമാൻ ഹസൻ ആജി, ഡോക്ടർ മുഹമ്മദ് കാസിം, അൻവർ നഹ, നജി ജമീഷ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. സമീർ പൂക്കൊടി, സുനിൽ പോൾ, ജിജി ആന്റണി, അനൂറ മത്തായി, ആശ്രയം ജനറൽ സെക്രട്ടറി ദീപു തങ്കപ്പൻ, പ്രോഗ്രാം കൺവീനർ ഷംസുദ്ദീൻ നെടുമണ്ണിൽ, ദുബായ് ചാപ്റ്റർ സെക്രട്ടറി അഭിലാഷ് ജോർജ്, പ്രോഗ്രാം മീഡിയ കൺവീനർ ജോൺസൺ ജോർജ്, ലേഡീസ് വിംഗ് പ്രസിഡന്റ് സിനിമോൾ അലിക്കുഞ്ഞ്, സെക്രട്ടറി ശാലിനി, കൃഷ്ണകുമാർ, മുഹമ്മദ് റാഫി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ അവതരിപ്പിച്ച ട്രിക്സ് മാനിയ,
ആശ്രയം അംഗങ്ങളുടെ കലാ കായിക മത്സരങ്ങൾ എന്നിവയും അരങ്ങേറി.